ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശം. ഇർഷാദ് ചക്കാലശ്ശേരിയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി പ്രതിഭ MLAക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ UDF നേതാവിനെ ചോദ്യം ചെയ്തു. UDF നിയോജകമണ്ഡലം കൺവീനറും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന ഇർഷാദ് ചക്കാലശ്ശേരിയെയാണ് ഇന്നലെ രാത്രി സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന് ശേഷം നോട്ടീസ് നൽകി വിട്ടയച്ചു. പ്രതിഭ ഇന്നലെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി നൽകിയ പരാതിക്ക് പിന്നാലെ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. കുടം ചിഹ്നം മാറ്റി പാലക്കാട് NMR റസാഖ് മോതിരം ചിഹ്നത്തിൽ മത്സരിക്കും. പാലക്കാട് മണ്ഡലത്തിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി NMR റസാഖിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം വീണ്ടും മാറി. കുടം ചിഹ്നം മാറ്റി ഒടുവിൽ മോതിരം അനുവദിച്ചു. സാങ്കേതിക കാരണങ്ങളാലാണ് ചിഹ്നം മാറ്റിയതെന്ന് വരണാധികാരി അറിയിച്ചെന്ന് NMR റസാഖ് പറഞ്ഞു. 2 തവണയാണ് റസാഖിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം മാറ്റിയത്. ഇറാൻ ആക്രമണം. അബുദാബിയിൽ ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. ഇറാൻ ആക്രമണത്തിൽ അബുദാബിയിൽ ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. സ്വെഹാൻ സ്ട്രീറ്റിലുണ്ടായ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. സൌദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലും ഇന്ന് ആക്രമണമുണ്ടായി. അബുദാബി സ്വെഹാൻ സ്ട്രീറ്റിൽ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് 2 പേർ കൊല്ലപ്പെട്ടത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഭക്ഷ്യവിതരണം ഉറപ്പാക്കി ഇന്ത്യ. പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തി MA യൂസുഫ് അലി. ആഗോള വെല്ലുവിളികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഭക്ഷ്യവിതരണം തടസ്സമില്ലാതെ തുടരുവാൻ ഇന്ത്യ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നതായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നിലവിലെ വിതരണ സംവിധാനങ്ങളും ഭാവി പദ്ധതികളും വിശദമായി അവതരിപ്പിച്ചു. മധ്യപ്രദേശിൽ ബസ്സും ട്രക്കും കൂട്ടിയിടിച്ചു, 10 പേർ മരിച്ചു. മധ്യപ്രദേശിലെ ചിന്ദ്വാഡയിൽ ബസ് അപകടത്തിൽ 10 പേർ മരിച്ചു. ബസ്സും ട്രക്കും കൂട്ടിയിടിച്ചാണ് അപകടം. 40ഓളം പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ 6 പുരുഷന്മാരും 3 സ്ത്രീകളും 1 കുട്ടിയും മരിച്ചുവെന്ന് പോലീസ് അറിയിച്ചു. അപകട സമയത്ത് ബസ്സിൽ 40ലധികം യാത്രക്കാരുണ്ടായിരുന്നുവെന്ന് കോട്ട്വാലി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ആശിഷ് കുമാർ കൂട്ടിച്ചേർത്തു. പരിക്കേറ്റവരെ ആംബുലൻസുകളിലും മറ്റ് വാഹനങ്ങളിലുമായി ജില്ലാ ആശുപത്രിയിലേക്കും സമീപത്തുള്ള മറ്റ് മെഡിക്കൽ സൌകര്യങ്ങളിലേക്കും കൊണ്ടുപോയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. തനിക്കൊപ്പം മത്സരിക്കുവാൻ ഭയം. ഈ ഇലക്ഷനിൽ 100% ശിവൻകുട്ടി തോൽക്കും. രാജീവ് ചന്ദ്രശേഖർ. വോട്ടർമാരെ വിഡ്ഢിയാക്കുവാനാണ് CPIM തനിക്കെതിരെ അപരനെ നിർത്തിയതെന്ന് രാജീവ് ചന്ദ്രശേഖർ. ശിവൻകുട്ടിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. ജനങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹം പേടിച്ചിരിക്കുകയാണ്. തനിക്കൊപ്പം മത്സരിക്കുവാൻ ശിവൻകുട്ടിക്ക് ഭയമാണ്. രാജീവ് കുമാർ വന്നാൽ തനിക്കുള്ള വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. ഈ ഇലക്ഷനിൽ 100% ശിവൻകുട്ടി തോൽക്കും. അത് താനല്ല തോൽപ്പിക്കുന്നത്, മറിച്ച് തങ്ങളെ വഞ്ചിച്ച ജനങ്ങളാണ്. 10 കൊല്ലം MLAയും മന്ത്രിയും മേയറുമായിട്ട് നിയമത്തിനായി ഒന്നും ചെയ്തില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. എന്നെ DCC പ്രസിഡന്റും KPCC പ്രസിഡന്റുമാക്കിയത് സുധാകരൻ. സുധാകരനെ കണ്ട് സണ്ണി ജോസഫ്. സുധാകരനെ കണ്ട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തു പോകുന്നവരാണ് ഞങ്ങളെന്ന് സുധാകരൻ പറഞ്ഞു. താൻ പേരാവൂരിൽ പ്രചാരണത്തിന് പോകില്ലെന്ന് ആര് പറഞ്ഞു എന്ന് സുധാകരൻ ചോദിച്ചു. നേരത്തേക്കാൾ ലാഘവമുള്ള സാഹചര്യമാണ് പേരാവൂരിൽ. തമ്മിൽ കാണാൻ വൈകിയില്ല. 2 പേരും തിരക്കിലായിരുന്നു. I am full happy. ഞങ്ങൾ തമ്മിൽ ഒരു പിണക്കവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന ബന്ധമല്ല ഞങ്ങൾ തമ്മിൽ. സണ്ണി ജോസഫ് തന്റെ സ്വന്തമെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.